ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തികച്ചും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം ഹാൻഡ് ഷേക്ക് കൊടുത്തതിനെ കുറിച്ച് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹാൻഡ് ഷേക്ക് കൊടുക്കാത്തതിനെ പറ്റിയിട്ടോ, ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടില്ല. അതിന് തീർച്ചയായും എൻ്റെ ഒരു വിയോജിപ്പും എന്താ പറയുക, ഞാൻ അതിന് ഒരിക്കലും യോജിക്കുന്നില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ ടീം ചെയ്ത കാര്യം ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗെയിമാണ്. ഇന്ത്യൻ ടീം ശരിക്ക് മാച്ച് കളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് അതിന് അനുവദിച്ചിട്ടുണ്ട്. മാച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാച്ചിൽ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒരു നോർമൽ രീതിയാണ്. അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മളെ അഭിമാനമോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തിയോ ഒന്നും താഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മറിച്ച് അത് കൂടെയുള്ളൂ. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സംഭവം ഇന്ത്യനെ കുറച്ചൊന്ന് താഴ്ത്തി കെട്ടും ശരിക്കും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ത്യൻ്റെ ആ ഒരു മണി പവറും ICCൻ്റെ പവറും ഇന്ത്യൻ്റെ ആ ഒരു ഇതും കൊണ്ട് ചിലപ്പോൾ ഇതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയേക്കാം. ഒരു വലിയ പ്രശ്നം ഒരിക്കലും പാകിസ്ഥാനോ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഉന്നയിക്കാനായിട്ട് പറ്റില്ല. കാരണം ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വല്ലാത്ത പവറാണ്. പക്ഷേ ആസ് എ ഹ്യൂമൺ ഈ രാജ്യങ്ങളും ഈ അതിർത്തികളും അതുപോലെ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മതങ്ങളാണെങ്കിലും ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. അപ്പോൾ ആളുകൾ തമ്മിലുള്ള ഒരു ഹെയ്റ്റ്രഡ് അതുപോലെയുള്ള വൈരാഗ്യമൊക്കെ കുത്തി നിറച്ച് ഇങ്ങനത്തെ ഒരു ഗെയിംസിലൊക്കെ അതൊന്നും ശരിക്കും ഉപയോഗിക്കേണ്ട. സൂര്യകുമാർ പറഞ്ഞതിലൊന്നും ഞാൻ ആ ഒരു ക്രിക്കറ്റ് ഫീൽഡിലൊന്നും ഒരിക്കലും ഞാനതിന് യോജിക്കുന്നില്ല. തീർച്ചയായും ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.